നമുക്ക് ചൈനയുടെ അത്ഭുതങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധ ചെലുത്തണം. കാരണം ചൈന ലോകത്തിന് മുന്നിൽ മുന്നോട്ട് വെക്കുന്ന അത്ഭുതങ്ങൾ ചെറുതല്ല. വിവിധ മേഖലകളിൽ അവർ തങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചു വരികയാണ്. ഉദാഹരണമായി അമേരിക്കയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ടാണ് വിവിധ മേഖലകളിൽ ചൈന തങ്ങളുടെ ആധിപത്യം പുലർത്തുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തങ്ങളുടെ സോളാർ ഉൽപ്പാദന ശേഷി ഈ പാദത്തിൽ തന്നെ രാജ്യത്തെ കൽക്കരി അധിഷ്ഠിത ഉൽപ്പാദന ശേഷിയെ മറികടക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതായത് ചൈന ഏറ്റവും കൂടുതൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് അവർ കൽക്കരിയാണ് ആശ്രയിച്ചു വന്നിരുന്നത്. ഇപ്പോൾ കൽക്കരിയെ മാറ്റിക്കൊണ്ട് കൽക്കരിക്ക് അനുയോജ്യമായ തരത്തിൽ അല്ലെങ്കിൽ കൽക്കരിക്കുമായി ചേരുന്ന തരത്തിൽ തന്നെ പലതരത്തിലുള്ള സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് വലിയ തോതിലുള്ള മാറ്റങ്ങൾ ചൈനയുടെ ഊർജ്ജ രംഗത്ത് ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ജൂൺ മാസ അവസാനത്തോടെ ചൈനയുടെ സോളാർ ഊർജ്ജ ശേഷി 1274 ഗിഗാവാട്ടിൽ എത്തിയിരിക്കുകയാണ്. ഗിഗാവാട്ടിൽ എത്തിയിരിക്കുകയാണ്. കൽക്കരി ഊർജ്ജ ശേഷിയാകട്ടെ 1275 ഗിഗാവാട്ടാണ്. അതായത് ഏതാണ്ട് കൽക്കരിക്കൊപ്പം തങ്ങളുടെ സോളാർ ഉൽപ്പാദനം ചൈന എത്തിച്ചിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ഇതോടെ രാജ്യത്തിലെ പ്രധാന ഊർജ്ജ സ്രോതസ്സുകളിൽ കൽക്കരിക്കൊപ്പം എത്താൻ സോളാറിന് സാധിച്ചു എന്നുള്ളതാണ് CEC ചൂണ്ടിക്കാട്ടുന്നത്. ആദ്യ പകുതിയിൽ രാജ്യത്തെ പുനരുപയോഗ ഊർജ്ജ ഉൽപ്പാദനം കഴിഞ്ഞ വർഷത്തേക്കാൾ 8.5% വർദ്ധിക്കുകയാണ്. മൊത്തം വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ 40.2% നൽകിയത് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളാണ്. ചരിത്രത്തിൽ ആദ്യമായി കൽക്കരിയിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദന വിഹിതം 50% താഴെയാക്കി കുറയ്ക്കാൻ ചൈനയ്ക്ക് സാധിക്കുകയാണ്. എങ്കിലും വ്യവസായ ആവശ്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ചൈന ഇപ്പോഴും കൽക്കരിയെ ആശ്രയിക്കുന്നുണ്ട് എങ്കിൽ പോലും ആകെ ഊർജ്ജ ഉൽപ്പാദനത്തിൽ കൽക്കരിയോടുള്ള ആശ്രിതത്വം പകുതിയിൽ താഴെയാക്കി കുറയ്ക്കാൻ ചൈനയ്ക്ക് സാധിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ചൈനയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് നേരത്തെ ചൈന കടലിൽ പോലും സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. മരുഭൂമിയിലടക്കം സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നുണ്ട്. രാജ്യത്തെമ്പാടും സോളാർ പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളെങ്ങും സംഭവിക്കാത്ത വിധമുള്ള അതിശയകരമായ വിപ്ലവമാണ് ചൈന മുന്നോട്ട് വെക്കുന്നത്. ഇത് നമുക്ക് നേട്ടമാകണം. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് പാഠമാവുകയും വേണം ഇന്ത്യക്ക്. ചൈനയുടെ ഈ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള ഈ ചുവടുമാറ്റം അവിടുത്തെ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം ഉയരുന്നതും ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ ഡിമാൻഡ് കുറയ്ക്കുന്ന ഒരു പശ്ചാത്തലം ഒരുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ലോകത്തിലെ തന്നെ നമുക്കറിയാം ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ചൈന. ചൈന പ്രധാനമായും റഷ്യയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റും ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ്. ഇവിടെ പെട്രോളിയത്തിൽ നിന്നുള്ള മാറി സോളാറിനും EVക്കും മറ്റും പ്രാധാന്യം നൽകുമ്പോൾ ഇത് വർദ്ധിക്കുമ്പോൾ ആഗോള എണ്ണ വില വലിയ തോതിൽ കുത്തനെ ഇടിയാനുള്ള ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നു എന്നതാണ് നമുക്ക് ഗുണമാകുന്നത്. ചൈനയുടെ ഈ നീക്കം നമുക്ക് നേട്ടമാവുകയാണ്. ആഭ്യന്തര ആവശ്യത്തിനുള്ള ക്രൂഡ് ഓയിലിൻ്റെ 85% ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ എന്നത് മനസ്സിലാക്കണം. അപ്പോൾ ക്രൂഡ് ഓയിൽ വില താഴുമ്പോൾ വ്യാപാരക്കമ്മി, പണപ്പെരുപ്പം എന്നിവ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. വലിയ രീതിയിൽ സഹായകമാകും. ആഗോള സോളാർ വിപണിയുടെ 80% നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ചൈനയായി മാറിയ പശ്ചാത്തലം കൂടിയുണ്ട്. തദ്ദേശീയമായി ചൈനയിൽ സോളാർ ഉപയോഗം വർദ്ധിക്കുമ്പോൾ സോളാർ വേഫറുകളുടെയും പാനലുകളുടെയും കയറ്റുമതിയിൽ വ്യതിയാനങ്ങൾ വരാം. ഇന്ത്യ ആഭ്യന്തര തലത്തിൽ സോളാർ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച പല പദ്ധതികൾക്കും മേക്ക് ഇന്ത്യ പദ്ധതിക്കും ഇത് വലിയ തോതിൽ ഊർജ്ജമേകും. പുനരുപയോഗ ഊർജ്ജ മേഖലയിലേക്ക് കൂടുതൽ ആഗോള നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ ഇന്ത്യക്ക് മുന്നിൽ വഴിതുറക്കും. കാർബൺ ബഹിർഗമനത്തിൽ നെറ്റ് സീറോ എന്ന ലക്ഷ്യം 2047 വർഷത്തിൽ ഇന്ത്യ മുന്നിൽ കാണുകയാണ്. അങ്ങനെ അത്തരം മാറ്റങ്ങൾ നമുക്ക് വല്ലാത്ത തോതിൽ നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.